ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ രുദ്ധായ നമഃ സംഘർഷണായ ച. എല്ലാവരും നാമം ജപിക്കുക. നമ്മൾ ഭഗവാൻ ആറാട്ട് കഴിഞ്ഞെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ പുരുഷസൂക്തം കൊണ്ടുള്ള അഭിഷേകമാണ്. ഞാൻ അഭിഷേക മന്ത്രം ജപിക്കും. അപ്പോൾ തിരുമേനി അഭിഷേകം ചെയ്യും. നിങ്ങൾ മന്ത്രം ജപിച്ചോളൂ. ഒന്ന് ജപിച്ചോളൂ. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ പരവ പരവ സഭൂമ്യം വിശ്വതോ ഭൃത്വാത്മനിഷ്ടദ്ദശാങ്കുലം പുരുഷയേ വേദകം സർവം യദ്ബോധയച്ച ഭവ്യം സ്വസ്തുയോജായത മുഖാദിന്ദ്രച്ചഗ്നിച്ച പ്രാണദ്വായുരജായത ദാത്യ ആസീദംബരിക്ഷം ശീർണദ്യോ സമവർത്തത പദ്ഭ്യം ഭൂമിം ദിശസ്രാഹ തദാലോകാകുമ്മകൽപ്പയന് വേദാഗമേദം പുരുഷം മഹാബ്ദം ആദിത്യവർണം തപസസ്തമാരെ സർവാണി രൂപാണി വിജിത്യ ധീര നാമാനി കൃത്വാഭിവദന്യദാസ്തേ താതാപുരസ്താദിമുദാജഹാര ശക്രപ്രവിദ്വാൻ പ്രതിശതസ്രഘാതമേവം വിദ്വാൻ അമൃതമിക സംസമേ ദിവസേ വൃഷന്നഗ്നേ വിശ്വാഹന്യദ്യ ആയിളസ്പദേ സമിദ്യസേസനോവശൂന്യാപര സംഗച്ഛദ്യം സംവദദ്യം സംവോമനാം ഹിജാനതം ദേവാഭാഗയതാ പൂർവേ സഞ്ജാനാനുപാസവേ സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസകചിത്തമേഹേഷം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഭോഗവിഷഃ ജുഹോമി സമാനീവ ആഗോഹതി സമാന ഹൃദയാനിവ സമാനമസ്തു വോമനോ യഥാവത്സു സഹസ്രവി. ഓം രാജാതിരാജായ പ്രസംഗസാഖിനേ സ്വസ്തി പ്രജാഭ്യം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിമഹേശ ഗോബ്രാഹ്മണേഭ്യം ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഞാൻ പറഞ്ഞ പറയും. ദൈവമേ സച്ചിദാനന്ദ
ദൈവമേ ഭക്തവത്സല, ദൈവമേ തവ കാരുണ്യം സർവകാലം വരേണമേ. പാദോജാക്ഷ വിഭോ സ്വാമി, ബോധമില്ലാത്ത ഞങ്ങളെ കൈതവ പൈതലേ കൃഷ്ണ അങ്ങുതാൻ കാത്തുകൊള്ളണേ. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാകായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, നമ്മുടെ യജ്ഞം ഇവിടെ ഭഗവാന്റെ ആറാട്ടും അഭിഷേകവും അതുപോലെ ദീപാരാധനയും കഴിഞ്ഞപ്പോൾ യജ്ഞം പൂർണ്ണമായിരിക്കുകയാണ്. ഇനിയും ആചാര്യ ദക്ഷിണ, അത് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഭദ്രദീപം ക്ഷേത്രദീപത്തിലേക്ക് വിലയം പ്രാപിപ്പിക്കുകയാണ്. ഇവിടെ ഈ യജ്ഞം എത്രയും ഭംഗിയായിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാവിധമായ അനുഗ്രഹാശിസ്സുകളോടും നമ്മളെ മുൻപോട്ട് നയിച്ചതായ ഭഗവാന്റെ കൃപ, ആ ഭഗവാന്റെ കൃപയ്ക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇല്ല. ഓഡിയോസ് ശ്രീകൃഷ്ണ ഡെക്കറേഷൻ. പ്രമോദ കാവിനാട് ഡെക്കറേഷൻസ് വിജയൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഒരു നന്ദി പ്രകടനം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്രയും ദിവസം ഭംഗിയായിട്ട് വൈദേഹിക നമ്മള് യജ്ഞത്തിന് എത്രയും അധികം ഗംഭീരമായിട്ട് നടത്താൻ പറ്റാവുന്ന രീതിയിൽ ഭഗവാന്റെ കൃപയുണ്ടായി. അതുപോലെ അതിനുവേണ്ടി കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യജ്ഞശാൽ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും വൈദേഹി വനിതാ കൂട്ടായ്മ, അവരാണ് ഇതിനെ അറിയാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം ഒരുപാട് മുമ്പിൽ നിന്നത്. അപ്പോൾ അവർക്ക് യജ്ഞശാലയുടെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ കമ്മിറ്റിക്കാർക്ക് ആർക്കും നന്ദി പറയുന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം പുണ്യം കിട്ടും. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയേണ്ട കാര്യമൊന്നും. പിന്നെ ഇത്രയും നല്ല രീതിയിൽ മൈക്ക് സെറ്റ് ചെയ്തെന്ന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കേട്ടോ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒത്തിരി സന്തോഷമായിട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് SM ഓഡിയോസ് അവർക്ക് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇത്രയും ദിവസം നല്ല ഗംഭീരമായ രീതിയിൽ പാചകം ചെയ്ത് നമുക്ക് ആഹാരം തന്നതായ പ്രമോദ് കാവിനാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും
യജ്ഞശാല നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ശ്രീകൃഷ്ണ ഡെക്കറേഷൻസ് മനോഹരമായിട്ട് ചെയ്തത് അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. അത് നമ്മളോടൊപ്പം നിന്ന് ഇത്രയും ദിവസം സഹായിച്ചതായ വിജയൻ അതിൽ ഇവർക്കെല്ലാം യജ്ഞശാല നന്ദി അറിയിക്കുകയാണ്. എല്ലാത്തിനുമുപരി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ രമേശൻ ഭട്ടതിരി കീഴ്ത്താമരശ്ശേരി അദ്ദേഹത്തിന് യജ്ഞശാല നന്ദി അറിയിക്കുന്നു. ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ സീതരൻ പോറ്റി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ യജ്ഞഹോതാവ് ബ്രഹ്മശ്രീ അമൽകൃഷ്ണ കുടജാദ്രി അദ്ദേഹത്തിന് യജ്ഞശാല നന്ദി അറിയിക്കുന്നു. പിന്നെ മൂന്നാം പീഠം സർവശ്രീ പ്രമോദ് സൗഗന്ധികം അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. സർവശ്രീ ഷാജു ആദ്യം രണ്ടാം പീഠം അദ്ദേഹം നന്ദി അറിയിക്കുന്നു. സർവശ്രീ ഇളമ്പൽ പ്രമോദ് അദ്ദേഹം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ പേര് കൊടുത്തിരിക്കുന്ന ബ്രഹ്മശ്രീ ഗംഗാധരജി കല്ലിമൽ ഗംഗാധരനാണ്. ഞാൻ ബ്രഹ്മശ്രീ ഒന്നുമല്ല, ഞാനൊരു സാധാരണക്കാരൻ ഗംഗാധരൻ നായരുടെ എൻ്റെ പേര്. അദ്ദേഹത്തിന് നന്ദിയൊന്നുമില്ല. ഈ യജ്ഞം നടത്തിയത് യജ്ഞപീഠത്തിലിരിക്കുന്നത് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ ഗുരുദേവൻ ദക്ഷിണ വാങ്ങിക്കുന്നു. എൻ്റെ ഗുരുദേവൻ അവിടെ നിന്നുകൊണ്ട് യജ്ഞം നടത്തുന്നു. ഞാൻ നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഇത് നടത്താൻ അതിന് എൻ്റെ ദേഹത്തിൽ ആവാഹിച്ചിരുന്ന യജ്ഞം ഭംഗിയായിട്ട് നടത്തിയതായ ശ്രീ ജ്ഞാനാനന്ദ യോഗിക്ക് നന്ദി അറിയിക്കുന്നു. അടുത്ത വേദിയിലും ഭഗവാനെ അവിടുത്തെ കൃപാകാരുണ്യം ഉണ്ടാകണം, എന്നിൽ കൂടി അവർ യജ്ഞം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റയടിക്ക് നന്ദി പറയുന്നു. യജ്ഞം ഇത്രയും ഗംഭീരമായി നടത്താൻ സാധിച്ചത് എല്ലാവരുടെയും കൃപ. അവസാനം അഭിഷേകമൊക്കെ നടത്തിയില്ലേ, ആരാട്ടമൊക്കെ നടത്തിയില്ലേ, അത് നല്ല വഴിയൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. യജ്ഞത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കാനുള്ള എല്ലാ വർഷവും ഞാൻ എവിടെ പോയാലും ഒറ്റ സന്ദേശമേ ഉള്ളൂ. സംസമി ദിവസേ വൃഷന്നഗ്നേ വിശ്വാൻ നെറ്റിയായി ഇളസ്പതിയെ സമിദ്യസേ സനോ വസൂന്യാഭര സംഗച്ഛബ്ദം സമ്പദബ്ദം സംഭവം അനാംസിജാനതാം ദേവാഭാഗി യഥനപൂർവേ സംജാനാനുപാസതേ എന്ന് തുടങ്ങുന്നതായ സംവാദ മന്ത്രം അല്ലെങ്കിൽ ഐകമത്യ സൂത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്. ഹേ ഭഗവാനെ, പ്രപഞ്ചത്തിലെല്ലാം എല്ലാറ്റിനോടും ചേർന്നിരുന്ന് എല്ലാറ്റിനെയും നല്ലതുപോലെ ചേർത്ത് വെച്ചിരിക്കുന്ന ജഗതീശ്വര, എല്ലാം വർഷിച്ചു തരുന്നതായ ധർമ്മസ്വരൂപ, അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവിധമായ സമ്പത്തുകളും തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന ആദ്യത്തെ. അതുകൊണ്ട് എല്ലാവിധമായ സമ്പത്തുകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാലൊന്നും ആകാശത്ത് വീഴത്തില്ല. അതുകൊണ്ട് തുടർന്ന് വേദം പറയുകയാണ്, സംഘശബ്ദം സമ്പദത്വം സംഭവം അനാംസിജാനത. അതിന് ഒത്തുചേർന്ന് പ്രവർത്തിക്കണം. ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. മനസ്സ് തുറന്ന് പരസ്പരം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച് ചർച്ച ചെയ്ത് കൂട്ടായ്മയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ വീട്ടിലായാലും കൂട്ടായ്മയിലായാലും ക്ഷേത്രത്തിലായാലും അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മനസ്സ് പരസ്പരം അറിഞ്ഞ് ഒരു പരസ്പര ധാരണയോടുകൂടി വീട്ടിലായാലും നാട്ടിലായാലും എല്ലാവർക്കും മുൻപോട്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റട്ടെ. അങ്ങനെ സമ്പാദിക്കുന്ന ധനം കൊണ്ട് അറിവ് നേടും. ദേവാഭാഗി യഥാപൂർവേ സംജാനാൻ ഉപാസന. അതിൽ കൂടി അങ്ങനെ സമ്പാദിക്കുന്നതായ ധനം കൊണ്ട് അറിവ് നേടൂ. അറിവ് നേടി പ്രബുദ്ധനാകൂ. വിദ്യയാണ് പരമപ്രധാനമായിരിക്കുന്ന ധനം. അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്തത് ദക്ഷിണയാണ്. അപ്പം ഇനി ആർക്ക് കൊടുക്കുന്നുണ്ട്? ദക്ഷിണ ആരെ കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ രണ്ടുപേരുണ്ടോ? നിങ്ങൾ ആദ്യമായി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പം ദക്ഷിണ വായിക്കട്ടെ. ഞാനല്ല വായിക്കുന്നേ, ജ്ഞാനാനന്ദ യോഗി ദക്ഷിണ വായിക്കുന്നു കേട്ടോ. ഓം എന്ന ജ്ഞാനങ്ങളെ ശേഷവും മകലവേ നീ കേട്ടിയ നൃത്തത്തിൽ വിജ്ഞാനങ്ങൾ പകർത്തി നിത്യസുഖമാത്മാ പ്രകാശിക്കുവാൻ ജ്ഞാനം തന്നിലലിഞ്ഞു ചേർന്ന് സുഖമായി വാഴുന്ന യോഗീന്ദ്രന ജ്ഞാനാനന്ദപരാപരൻ നമ ഗുരുപാദാരവിന്ദം ഭജേ. ഓം ഗുരുഭ്യോ നമ. ഓം ഋഷിഭ്യോ നമ. ഓം സർവദേവദേഭ്യോ നമ. ഓം ശ്രീവർച്ചസ്വമായുഷ്യമാരോഗ്യമാവിരാശോഭമാനം മഹീയതേ ധാന്യം ധനം പശും ഭഗവത്ലാഭം സംവത്സരം ദീർഘമായു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ ഇനി നമ്മൾ ഭദ്രദീപം ക്ഷേത്രദീപത്തിലേക്ക് കൊടുക്കുക. തിരുമേനി അത് അവിടെ കത്തിച്ച് കഴിഞ്ഞ് ദീപാരാധന പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ദക്ഷിണ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കി വെക്കുക. ഓം അവിടെ കൊണ്ടുപോകാം. ദീപം എടുക്കാമല്ലേ? അപ്പോൾ തിരുമേനി വരട്ടെ. തിരുമേനി വിളിച്ചോട്ടെ.